അപ്പോൾ പിതാക്കന്മാർ പ്രാക്ടീസ് ചെയ്ത തെറ്റായ കാര്യങ്ങൾ, വചനത്തിൽ അധിഷ്ഠിതമല്ലാത്ത കാര്യങ്ങൾ നാം അനുഷ്ഠിക്കണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഞങ്ങളുടെ സഭയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ, രാജ്യത്ത് ചെറുപ്പം മുതൽ പാലിച്ചു പോരുന്ന ചില കാര്യങ്ങൾ അത് ദൈവവചനമായിട്ട് ആളുകൾ വിചാരിക്കുകയാണ്. നാം ഉണ്ടാക്കിയിരിക്കുന്ന പ്രമാണങ്ങളെ ദൈവവചനത്തിന് തുല്യമായിട്ട് നാം ചിന്തിക്കാനായിട്ട് പാടില്ല. അതുതന്നെ ബാക്കി എല്ലാവരും അനുഷ്ഠിക്കണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യാൻ, നിർബന്ധം പിടിക്കാൻ പാടില്ല. അതാരെങ്കിലും തെറ്റിച്ചാൽ ദൈവവചന പ്രമാണം ലംഘിച്ചതായിട്ട് നാം ചിന്തിക്കാനും പാടില്ല. കാരണം ആ ദൈവവചന പ്രമാണം അല്ലല്ലോ. അകാരണമായിട്ട് ഒരാളെ വിഷമിപ്പിക്കുകയോ അടിസ്ഥാനമില്ലാതെ ദൈവകൽപ്പന ലംഘിച്ചു എന്നുള്ള കുറ്റാരോപണം നടത്തുകയോ ആ നിലയിൽ അവരെ നിന്ദിക്കുകയോ കുറഞ്ഞവരായി തുച്ഛീകരിച്ച് അവരെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുന്നത് ദൈവസന്നിധിയിൽ ശരിയല്ല. പാശ്ചാത്യ നാടുകളിൽ സൂട്ട് ധരിച്ചു വന്നാലേ യോഗത്തിന് വരാവൂ എന്ന് പറഞ്ഞാൽ ആ ആള് ഇന്ത്യയിൽ വരുമ്പോൾ മുണ്ടും ജുബ്ബായും ഇട്ട യോഗത്തിന് വരാവുള്ളൂ എന്ന് പറയാൻ സാധിക്കില്ല. അത് അക്സെപ്റ്റബിൾ അല്ല. യുവജനങ്ങളുടെ വസ്ത്രധാരണമൊക്കെ കുറച്ച് വ്യത്യാസമായിരിക്കാം. അവരോട് നാം ഈ കാര്യം സ്നേഹത്തിൽ പറഞ്ഞ് മനസ്സിലാക്കണം. ലൈഫ് ഫോക്കസ് ടിവിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ജോൺ കുര്യൻ. ഇന്ന് ട്രൂ സ്പിരിച്വാലിറ്റി, യഥാർത്ഥ ആത്മീയത്വം എന്നുള്ള വിഷയത്തെ പറ്റിയാണ് ചില ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രൂ സ്പിരിച്വാലിറ്റിയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്ന ലീഗലിസവും പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായൊരു ആചാരങ്ങൾ. അപ്പോൾ ഇത് തമ്മിലുള്ള അന്തരത്തെപ്പറ്റി ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ ആദ്യമായി എന്താണ് യഥാർത്ഥ ആത്മീയത്വം? ആത്മീയത്വം ആരംഭിക്കുന്നത് നമ്മുടെ പാപങ്ങളുടെ പരിഹാരകനായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നതോടുകൂടെയാണ്. ദൈവവുമായുള്ള ഏറ്റവും ഹൃദ്യമായ അടുത്ത കൂട്ടായ്മയിൽ അനുദിനം വിശുദ്ധമായി ജീവിക്കുകയും ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതചര്യ, ലൈഫ് സ്റ്റൈൽ അവലംബിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ആത്മീയത്വത്തിൻ്റെ ലക്ഷണം. ദൈവഭക്തി എന്നുള്ളതിന് വേദപുസ്തകത്തിൽ ദൈവഭയം എന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ടും ഒരേ കാര്യം തന്നെയാണ്. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ കാണുന്നു, അറിയുന്നു, എൻ്റെ ഹൃദയത്തിലെ സകല കാര്യങ്ങളും എൻ്റെ സകല രഹസ്യങ്ങളും ദൈവം അറിയുന്നു എന്നുള്ള ബോധ്യത്തിൽ ദൈവം മുൻപാകെ ഏറ്റവും വിശുദ്ധിയോടും നേരോടും കൂടിയുള്ള ഒരു ജീവിതം നയിക്കുന്നത് യഥാർത്ഥ ആത്മീയത്വത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ കേവലം ബാഹ്യമായ ചില കർമാചാരങ്ങൾ, ചട്ടക്കൂടുകൾ, നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതിനേക്കാൾ അനുദിന ജീവിതത്തിൽ ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കുക, എ ലൈഫ് ഓഫ് പേഴ്സണൽ ഇൻറ്റിമസി വിത്ത് ഗോഡ്. അനുദിനം ദൈവത്തോട് ഏറ്റവും ചേർന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ വാക്കുകൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് വിശുദ്ധിയിൽ ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുന്ന ജീവിതം, അതാണ് യഥാർത്ഥ ആത്മീയത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഈ ആത്മീയ കുടുംബങ്ങളിൽ ജനിച്ചു വളർത്തപ്പെടുന്ന ആളുകൾ ചെറുപ്പം തൊട്ടേ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ മാതാപിതാക്കളിൽ നിന്ന് കേൾക്കും. അതാത് സഭകളിൽ പോകുന്ന ആളുകൾ ആ സഭയിൽ നിന്നും ആത്മീയമായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളത് കണ്ടും കേട്ടും വളരും. അപ്പോൾ ഗ്രാജുവലി ആത്മീയരാണെന്ന് പറയാനായിട്ട് ബാഹ്യമായി കാണിക്കേണ്ട ലക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമായിട്ട് വ്യക്തിപരമായ ബന്ധമില്ലാതെയും ചെയ്യാൻ കഴിയില്ലേ? കഴിയും. കേവലം പരിചയിച്ചു വന്നതിൻ്റെ പേരിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിവർത്തിച്ചു പോകാൻ സാധിക്കും. ലോകത്തിലെ അനേക ആളുകൾ അങ്ങനെ ജീവിക്കുന്നവരാണ്. പക്ഷേ അതാണ് ദൈവഭക്തി എന്ന് അവർ തെറ്റായിട്ട് ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. സിൻസിയറായിട്ടുള്ള വിശ്വാസികൾക്ക് ഇത് തമ്മിലുള്ള അന്തരം, ഈ യഥാർത്ഥ ആത്മീയത്വവും ലീഗലിസവും തമ്മിലുള്ള അന്തരം എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും? ദൈവവചനത്തിലെ പ്രമാണങ്ങൾ, ദൈവവചനത്തിൽ ദൈവം തെളിവായി കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ
അല്ലെങ്കിൽ ദൈവവചനം നിർദ്ദേശിക്കുന്ന ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക സംസ്കാരത്തിലോ അല്ലെങ്കിൽ സഭാവിഭാഗത്തിലോ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന നിയമങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നുണ്ടോ എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന് ആകെയുള്ള വിഷയം ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ അനുസരിച്ച് നാം ജീവിക്കുന്നുണ്ടോ, അതാണ് യഥാർത്ഥ ദൈവഭക്തിയുടെ അളവുകോൽ എന്ന് പറയുന്നത്. അതനുസരിച്ച് ജീവിക്കാനായിട്ട് നാം ബന്ധപ്പെടുക. അതല്ലാതെ മനുഷ്യരുണ്ടാക്കി വച്ചിരിക്കുന്ന നിയമങ്ങൾ എല്ലാം അനുസരിക്കാൻ എല്ലാവർക്കും സാധിച്ചു എന്ന് വരികയില്ല. എന്നാൽ സഭകളിലുള്ള നിയമങ്ങൾ വേദപുസ്തകത്തിന് അനുസരണമായിട്ടുള്ളതാണോ അല്ലയോ എന്ന് പരിശോധിച്ച് ദൈവവചനത്തിൽ അധിഷ്ഠിതമാണ് ആ നിയമങ്ങളെങ്കിൽ ആ നിയമങ്ങൾ നാം അനുസരിക്കണം. എന്നാൽ ദൈവവചനത്തിൽ അധിഷ്ഠിതമല്ല, കേവലം മാനുഷിക പാരമ്പര്യങ്ങളിലും ചിലരുടെ ചിന്താഗതികളിലും അധിഷ്ഠിതമാണ് ആ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന നിയമങ്ങളെങ്കിൽ അതിൽ ചിലത് നാം അനുഷ്ഠിച്ചില്ല എന്ന് വിചാരിച്ച് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നാം നിരാശപ്പെട്ടു പോകേണ്ടതായിട്ടില്ല. ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് നല്ല മനസാക്ഷി പുലർത്താൻ കഴിയും. തൽക്കാലം കുറച്ച് പരിഹാസവും നിന്ദയും ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഞാൻ ദൈവം അനുസരിച്ചാണ് ജീവിക്കുന്നത്, ദൈവവചനത്തിലെ കൽപ്പനകൾ ഞാൻ ലംഘിച്ചിട്ടില്ല, മാനുഷികമായ ചില ചട്ടങ്ങൾ ലംഘിച്ചെന്നേ ഉള്ളൂ എന്നുള്ള ആ ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതിൽ സമാധാനിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ കർത്താവും ഈ ലോകത്തിലായിരുന്നപ്പോൾ ആ നിലയിലുള്ള മനുഷ്യർ മാത്രം ഉണ്ടാക്കി വെച്ച ദൈവവചനത്തിൽ അധിഷ്ഠിതമല്ലാത്ത ചില ന്യായപ്രമാണങ്ങൾ അല്ലെങ്കിൽ ചില നിയമങ്ങൾ കർത്താവ് ലംഘിച്ചതായിട്ട് നമുക്ക് സുവിശേഷങ്ങളിൽ നിന്ന് വായിക്കാനായിട്ട് കഴിയും. അതിൽ നാം കുണ്ഠിതപ്പെടേണ്ടതായിട്ടില്ല. ദൈവവചനം അനുഷ്ഠിക്കുന്ന പ്രമാണങ്ങൾ അനുസരിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് നാം പ്രധാനമായി വിചാരിക്കേണ്ട കാര്യം. ഞാനിപ്പോൾ അതേ കാര്യം തന്നെ ഈ പരീശന്മാരെ പറ്റി എൻ്റെ മനസ്സിൽ ചിന്ത വരികയായിരുന്നു. കർത്താവ് ഒരിക്കലും അവരെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, അവർ ജീരകം ചതുകുപ്പ എന്നുള്ള ചെറിയ കാര്യങ്ങൾക്ക് വരെ 10 കടുകുമണി എടുത്താൽ ഒരു കടുകുമണി ആധാരം കൊടുക്കുന്ന അത്രമാത്രം ദൈവിക പ്രമാണങ്ങളെ പാലിക്കുന്നുവെന്ന് സ്വയം ചിന്തിക്കുകയും എന്നാൽ ന്യായം, കരുണ, സ്നേഹം എന്നിവ പോലെയുള്ള ഘനമേറിയവ വിട്ടുകളയുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടത്തിലും ലീഗലിസം ആണ് ആത്മീയത്വം എന്ന് ചിന്തിക്കപ്പെടുന്ന ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതെ, അങ്ങനെ ഉള്ളൊരു അപകടത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അങ്ങനെയുള്ള അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഉള്ള മാർഗം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നാം പ്രമാണിക്കുന്ന ഈ നിയമങ്ങൾ അല്ലെ പിൻപറ്റിപ്പോകുന്ന ജീവിതശൈലി വേദപുസ്തകം നിർദ്ദേശിക്കുന്നതാണോ, ദൈവം നിർദ്ദേശിച്ചിട്ടുള്ളതാണോ അല്ലയോ എന്ന് പരിശോധിക്കണം. ദൈവം നിർദ്ദേശിക്കാത്ത കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്ത് അതിൻ്റെ അടിമകളായി നാം ജീവിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നില്ല. കർത്താവ് തന്നെ നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ശബത്തിനോടുള്ള ബന്ധത്തിൽ, ശബത്തിനെ ഉണ്ടാക്കിയിരിക്കുന്ന മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത് ശബത്തിന് വേണ്ടിയല്ല. അപ്പോൾ ശബത്ത് അനുഷ്ഠിക്കുക എന്നൊരു പ്രമാണം ദൈവം തന്നെ നൽകിയതാണ്. പക്ഷേ കേവലം അക്ഷരപ്രകാരം അത് അനുഷ്ഠിക്കുക എന്നുള്ളതല്ല. ചില സന്ദർഭങ്ങളിലെല്ലാം ശബത്തിൻ്റെ നിയമങ്ങൾ കർത്താവ് തന്നെ ലംഘിച്ച് പ്രവർത്തിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആരോടെങ്കിലും കരുണ കാണിക്കുവാനോ ആരോടെങ്കിലും ഉപകാരം ചെയ്യുവാനോ അന്നത്തെ ആളുകൾ വിചാരിച്ചിരുന്ന ചില പ്രമാണങ്ങൾ കർത്താവ് ലംഘിച്ചതായിട്ടും മനഃപൂർവ്വം ശബത്തിൽ തന്നെ ചില കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് യഹൂദന്മാരും പരീശന്മാരും വിചാരിച്ച ചില കാര്യങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. അത് മനഃപൂർവ്വം തന്നെ ചെയ്തതാണെന്ന് വേണം വിചാരിക്കാൻ. അതിൽ ആളുകൾ കർത്താവിനെ വിമർശിക്കുകയും എതിർക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിൽ കർത്താവ് പ്രത്യേകിച്ച് കുലുങ്ങിപ്പോയില്ല. അപ്പോൾ അവിടുത്തെ ഒരു വലിയ പ്രമാണമെന്ന് പറയുന്നത് ഈ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത് നിയമത്തിന് വേണ്ടിയല്ല. ആ വ്യത്യാസം നാം മനസ്സിലാക്കി വേണം ജീവിക്കുവാൻ. ഈ തലമുറകൾ തമ്മിലുള്ള വ്യത്യാസത്തിൽ യുവതലമുറ കാണുന്ന ഒരു വേൾഡ് വ്യൂ പഴയ തലമുറ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും. അവരുടെ വേൾഡ് വ്യൂവിൽ വചനപ്രകാരം തെറ്റല്ലാത്ത കാര്യവും അവർ ചെയ്യുമ്പോൾ പഴയ തലമുറ ഒരു പക്ഷേ ചിന്തിക്കുന്നത് അവർ വചനം തെറ്റിച്ചു എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ബാഹ്യ ആചാരങ്ങളെക്കുറിച്ചുള്ള എരിവ് അതെന്താമാത്രം ദോഷം ചെയ്യും, പ്രത്യേകിച്ച് യുവതലമുറകളുടെ ബന്ധത്തിൽ?
ഈ മനുഷ്യരുണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾ അതിനെ ദൈവവചനവുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം. ഞങ്ങളുടെ സഭയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ, ആ രാജ്യത്ത് ചെറുപ്പം മുതൽ പാലിച്ചു പോരുന്ന ചില കാര്യങ്ങൾ അത് ദൈവവചനമായിട്ട് ആളുകൾ വിചാരിക്കുകയാണ്. ദൈവവചനത്തിൽ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാൻ അവർ മെനക്കിടുന്നില്ല. ഞങ്ങളുടെ പിതാക്കന്മാർ ഇത് ഞങ്ങളെ പഠിപ്പിച്ചു, അത് ഭക്തിയുടെ ലക്ഷണമായിട്ടാണ് അവർ അതിനെ കരുതിയത്. അതുകൊണ്ട് ആ പ്രാക്ടീസസ് ദൈവവചനവുമായിട്ട് അവർ തുലനപ്പെടുത്തി ഇത് ദൈവവചനമാണ് എന്ന് ചിന്തിക്കുകയാണ്. പരീശന്മാർ, കർത്താവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന പരീശന്മാരുടെയും പ്രശ്നം അതുതന്നെയായിരുന്നു. അവരുടെ റബ്ബിമാർ തിരുവെഴുത്തുകൾക്ക് കൊടുത്തിരുന്ന ചില വ്യാഖ്യാനങ്ങൾ, അത് തിരുവെഴുത്തിലുള്ളതല്ല, അവർ കൊടുത്ത വ്യാഖ്യാനമാണ്. അതാണ് ദൈവവചനമെന്ന് പിൻതലമുറക്കാരെ അവർ പഠിപ്പിച്ചു. അതാരെങ്കിലും ലംഘിച്ചാൽ തിരുവെഴുത്ത് ലംഘിച്ചായിട്ടാണ് യഹൂദന്മാർ കണക്കാക്കിയിരുന്നത്. അതേ കാര്യം തന്നെയാണ് ഇന്നുമുള്ളത്. അപ്പോൾ പർവ്വതപ്രസംഗത്തിൽ കർത്താവ് അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരു കാര്യം, കഴിഞ്ഞ കാലത്ത് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ തിരുത്തുക അല്ല കർത്താവ് ചെയ്തത്. തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തിരുത്തൽ ആവശ്യമുള്ളതല്ല. തിരുവെഴുത്തിനെക്കുറിച്ച് യഹൂദന്മാർ നൽകിയിരുന്ന പല വ്യാഖ്യാനങ്ങളും തെറ്റാണ്. ഇതാണ് ദൈവം, ഇന്ന കാര്യമാണ് ദൈവം ആ കൽപ്പന കൊടുത്തപ്പോൾ ഉദ്ദേശിച്ചത് എന്ന് തിരുത്തി പറയുകയായിരുന്നു കർത്താവ്. അപ്പോൾ യഹൂദന്മാർ അന്ന് ചെയ്ത, അല്ലെ പരീശന്മാർ അന്ന് ചെയ്ത അതേ തെറ്റ് തന്നെയാണ് ഇന്ന് അനേകരും ചെയ്യുന്നത്. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം ഉണ്ടാക്കിയിരിക്കുന്ന പ്രമാണങ്ങളെ ദൈവവചനത്തിന് തുല്യമായിട്ട് നാം ചിന്തിക്കാനായിട്ട് പാടില്ല. ദൈവവചനത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും അനുഷ്ഠിക്കണം. ഏത് തലമുറയിലും സ്ത്രീയും പുരുഷനും യുവാവും ബാലനും എല്ലാവരും അനുസരിക്കണം. എന്നാൽ ദൈവവചനത്തിൽ അധിഷ്ഠിതമല്ലാതെ നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾ നാം അനുഷ്ഠിച്ചു പോകുന്നെങ്കിൽ തെറ്റില്ല, നല്ലതാണെങ്കിൽ അനുഷ്ഠിച്ചു. പക്ഷേ അത് തന്നെ ബാക്കി എല്ലാവരും അനുഷ്ഠിക്കണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യാൻ, നിർബന്ധം പിടിക്കാൻ പാടില്ല. അതാരെങ്കിലും തെറ്റിച്ചാൽ ദൈവവചന പ്രമാണം ലംഘിച്ചതായിട്ട് നാം ചിന്തിക്കാനും പാടില്ല. കാരണം അത് ദൈവവചന പ്രമാണം അല്ലല്ലോ. ആ നിലയിൽ വേണം നാം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും. അപ്രകാരമുള്ള ചിന്താഗതി കൊണ്ട് അല്ലെങ്കിൽ ദൈവവചനം തെറ്റിക്കാതെ തന്നെ തെറ്റിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ചിലപ്പം പല വിശ്വാസികളുടെയും ഹൃദയം വേദനിക്കുന്നുണ്ടാവാം. അകാരണമായി അവരൊന്നും തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെങ്കിൽ മറ്റേ ആളുടെ ട്രഡീഷനുമായിട്ട് ചേരാതെ വരുന്നതുകൊണ്ട് അവരെ തെറ്റുകാരായിട്ട് ചിത്രീകരിക്കുക. അങ്ങനെ ഒരു ദൈവമകനെ അല്ല ദൈവമകളെ വിഷമിപ്പിക്കുമ്പോൾ, അകാരണമായി വിഷമിപ്പിക്കുമ്പോൾ, അങ്ങനെ ചെയ്യുന്ന ആൾ ശരിക്കും പറഞ്ഞാൽ പാപം ചെയ്യുകയല്ലേ ചെയ്യുന്നത്? അതെ, തീർച്ചയായിട്ടും. അകാരണമായിട്ട് ഒരാളെ വിഷമിപ്പിക്കുകയോ അടിസ്ഥാനമില്ലാതെ കുറ്റാരോപണം, ദൈവ കൽപ്പന ലംഘിച്ചു എന്നുള്ള കുറ്റാരോപണം നടത്തുകയോ ആ നിലയിൽ അവരെ നിന്ദിക്കുകയോ അവരെ കുറഞ്ഞവരായി തുച്ഛീകരിച്ച് അവരെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുന്നത് ദൈവസന്നിധിയിൽ ശരിയല്ല. കാരണം ദൈവത്തിൻ്റെ വ്യവസ്ഥ ദൈവവചനത്തിലുള്ളതാണ്. മനുഷ്യൻ ഉണ്ടാക്കിയിരിക്കുന്ന വ്യവസ്ഥകൾക്ക് ദൈവം അധീനനല്ല. അത് എല്ലാവരും പാലിക്കുന്നു അല്ലയോ എന്നുള്ളത് ദൈവം നോക്കുന്ന വിഷയമല്ല. ദൈവവചന പ്രമാണങ്ങൾ അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന് പ്രമാണം. അതുകൊണ്ട് ആ നിലയിൽ തെറ്റായ ആളുകളെ നോക്കുകയും അവരെ വിധിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത് ദൈവസന്നിധിയിൽ തീർച്ചയായും തെറ്റ് തന്നെയാണ്. അതുപോലെ പിതാക്കന്മാർ വെച്ച അതിരുകൾ മാറ്റരുത്, അല്ലെങ്കിൽ പിതാക്കന്മാരുടെ കാലടികൾ പിന്തുടരാതെ പോകുന്നത് അയോഗ്യമാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ബൈബിളിൽ പല പിതാക്കന്മാർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാതൃകയാക്കേണ്ടത് ഏത് പിതാക്കന്മാരെയാണ്? പിതാക്കന്മാർ പഠിപ്പിച്ചത് എന്ന് പറയുന്നതിൻ്റെ നല്ല വശവും ചീത്ത വശമുണ്ട്. ദൈവഭക്തിയായി ജീവിക്കുകയും ദൈവത്തിന് വേണ്ടി സകലവും ത്യജിച്ച് നല്ല നിലയിൽ ജീവിക്കുകയും ചെയ്ത അനേക പിതാക്കന്മാരുണ്ട്. അവരുടെ കാലടികളെ നാം പിന്തുടരണമെന്ന് പറയുന്നത് ദൈവവചന പ്രമാണങ്ങളെ നാം പിന്തുടരണമെന്ന് പറയുന്നത് പോലെയാണ് അതിൻ്റെ നല്ല അർത്ഥത്തിൽ. എന്നാൽ തെറ്റായ അർത്ഥത്തിലും അത് പ്രയോഗിക്കാം. അനേക സമുദായങ്ങളിലും സഭകളിലും ദൈവവചനത്തിന് അനുസരണമല്ലാത്ത അനേക ഉപദേശങ്ങളും ആചാരങ്ങളും പഠിപ്പിക്കുകയും അതിനെ മുറുകെ പിടിക്കുകയും ചെയ്ത പിതാക്കന്മാരുണ്ട്. ആ പിതാക്കന്മാരുടെ വഴികളെ വിട്ടുപോയാൽ അതും വളരെ തെറ്റായിട്ടാണ് അങ്ങനെയുള്ളവർ ചിന്തിക്കുന്നത്. ഒരു പക്ഷേ ദൈവവചനം അനുസരിക്കാനായിട്ട് തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ
ദൈവവചനത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രമാണിച്ച് ചില കാര്യങ്ങൾ പലർക്കും വിടേണ്ടി വരും. രക്ഷിക്കപ്പെടുമ്പോൾ ദൈവഭാഗത്ത് വരുമ്പോൾ അങ്ങനെയുള്ള പലതും അവർക്ക് വിടേണ്ടി വരും. അപ്പോൾ ആ ഭാഗത്ത് നിൽക്കുന്നവരുടെ ചിന്ത ഇവർ പിതാക്കന്മാരുടെ വഴികളിൽ നിന്ന് മാറി മറ്റു വഴികളിൽ പോയി ഇവർ വളരെ വലിയ തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പിതാക്കന്മാർ പ്രാക്ടീസ് ചെയ്ത തെറ്റായ കാര്യങ്ങൾ, വചനത്തിൽ അധിഷ്ഠിതമല്ലാത്ത കാര്യങ്ങൾ നാം അനുഷ്ഠിക്കണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്നാൽ അതിൻ്റെ നല്ല അർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവവഴികൾ ഭക്തിയോടെ ത്യാഗപൂർണമായ ജീവിതം നയിക്കുകയും ചെയ്ത പിതാക്കന്മാരുടെ തലമുറക്കാരായി അവർ ജീവിച്ചതുപോലെ നാം ജീവിക്കണം, അവരുടെ വഴികളെ പിൻപറ്റണമെന്ന് നല്ല അർത്ഥത്തിൽ പറഞ്ഞാൽ അത് സ്വീകാര്യമാണ്. എന്നാൽ ഏതർത്ഥത്തിലാണത് പറയുന്നത് എന്നുള്ള ആശ്രയിച്ചിരിക്കും അതിൻ്റെ സ്വീകാര്യത. സഭകളിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ചില പ്രമാണ രീതികളുണ്ട്. പ്രത്യേകിച്ച് പല ആളുകളും ചിന്തിക്കാറുണ്ട് കിങ് ജെയിംസ് വേർഷൻ മാത്രമേ സഭകളിൽ വായിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ആരെങ്കിലും ഒരു ഡിജിറ്റൽ ബൈബിൾ കൊണ്ടുവന്നാൽ അത് അയോഗ്യമാണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് വലിയൊരു ചിന്താക്കുഴപ്പം ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത് എന്ന്, അതിൻ്റെ അകത്തെ ഗുണവും ദോഷവും എന്താണ്? ഈ കിങ് ജെയിംസ് വേർഷൻ ബൈബിളിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, വേദപുസ്തകത്തിന് ഒരു ഒറിജിനൽ പതിപ്പല്ല ഉള്ളത്. ഒറ്റ ഒറിജിനൽ പതിപ്പേ ഉള്ളായിരുന്നെങ്കിൽ അതനുസരിച്ച് വേണമായിരുന്നു നമ്മളെല്ലാവരും ഫോളോ ചെയ്യാൻ. എന്നാൽ അനേകം മാനുസ്ക്രിപ്റ്റ്സാണ് വേദപുസ്തകത്തിനുള്ളത്. അപ്പോൾ ഈ തർജ്ജമക്കാർ പലരും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പിൻപറ്റിയത് വേറെ വേറെ മാനുസ്ക്രിപ്റ്റ്സ് ആയിരിക്കാം. അതുകൊണ്ടുകൂടിയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അടിസ്ഥാനപരമായ കാര്യങ്ങളിലല്ല തർജ്ജമകളിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ന പർട്ടിക്കുലർ മാനുസ്ക്രിപ്റ്റിൽ നിന്ന് തർജ്ജമ ചെയ്തത് ശരി എന്ന് പറയാൻ യാതൊരു അധികാരവും ആർക്കും ഇല്ല. കാരണം പല മാനുസ്ക്രിപ്റ്റുകളുണ്ട്. അപ്പോൾ തർജ്ജമക്കാർ അതിൽ പല മാനുസ്ക്രിപ്റ്റുകളിൽ നിന്നായിരിക്കും ഈ തർജ്ജമകൾ സ്വീകരിച്ചത്. എന്നാൽ അടിസ്ഥാനപരമായി വേദപുസ്തകത്തിൽ പഠിപ്പിച്ചിരിക്കുന്ന സത്യങ്ങൾക്ക് വിരുദ്ധമായ സത്യങ്ങൾ പ്രചരിപ്പിക്കത്തക്കവണ്ണമുള്ള തർജ്ജമകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് നാം നിഷേധിക്കേണ്ടതാണ്. എന്നാൽ ഭാഷയിൽ അല്പവ്യത്യാസം അല്ലെ പ്രയോഗത്തിൽ അല്പവ്യത്യാസം, പഴയ ഭാഷ മാറ്റി പുതിയ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നു, അതിൻ്റെ പേരിൽ ആ ബൈബിളുകൾ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. ഇന്ന ബൈബിളാണ് ഏറ്റവും ശരി എന്ന് നമുക്ക് പറയാനും പാടില്ല. ബൈബിൾ ഒന്നേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ ഭാഷാന്തരങ്ങളിലും ഭാഷാ പ്രയോഗങ്ങളിലൊക്കെ അല്പസ്വല്പം വ്യത്യാസം വന്നൊന്നു വരാം. വേദപുസ്തകത്തിൽ പൊതുവെ പഠിപ്പിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ സത്യങ്ങൾക്ക് എതിര് വരാത്ത നിലയിലുള്ള ഭാഷാന്തരങ്ങൾ, പുതിയ ഭാഷ, മോഡേൺ ലാംഗ്വേജിലുള്ളത് ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റും നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. ഇനി ഈ ഡിജിറ്റൽ ഇതിൻ്റെ കാര്യം, വേദപുസ്തക പ്രകാരം മുമ്പേ പറഞ്ഞ പോലെ ഒരു കാലത്തെ ചുരുളായിരുന്നു, പിന്നെ പുസ്തകമായി പ്രിൻ്റഡ് ഇതായി, അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, അത് ശരിയാണ്. എന്നാൽ ഈ ഡിജിറ്റൽ ഇതിലുള്ള ചില പ്രായോഗിക പ്രശ്നങ്ങൾ, ബിബ്ലിക്കൽ പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ ദൈവമുൻപിലുള്ള പ്രശ്നമല്ലാതെ പ്രായോഗികമായി ഇത് ഉപയോഗിക്കുന്നതിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഫോണാണെങ്കിൽ ആ ഫോണിൽ വേദപുസ്തകം മാത്രമല്ല ഉള്ളത്, ഫോണിൽ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിനിടയ്ക്ക് ചിലപ്പോൾ വാട്സാപ്പ് വരും, ഇതിനിടയ്ക്ക് വേറെ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവും. അതുകൊണ്ട് പ്രായോഗികമായ കാരണങ്ങളാൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനും നമ്മുടെ ശ്രദ്ധ മാറ്റിക്കളയാനും ഒക്കെ ഉള്ളതായ സാധ്യത ഈ ഡിജിറ്റൽ ബൈബിളിൽ കൂടുതലാണ്. അപ്പോൾ വേദപുസ്തക പ്രകാരം ഇത് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് നമുക്ക് ആരോടും പറയാൻ പറ്റുകയില്ല. എന്നാൽ പ്രായോഗികമായി ഇന്ന കാര്യങ്ങൾ അതിലുണ്ട്, അത് ശ്രദ്ധിക്കണമെന്ന് യുവജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ദൈവം ഫോൺ വെറുക്കുന്നു, ഡിജിറ്റൽ ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ യുവതലമുറയ്ക്ക് അത് അക്സെപ്റ്റബിൾ അല്ല. എന്നാൽ അത് വേണ്ടെന്ന് നമ്മൾ പറയുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറയുന്നത് എന്നുള്ളത് അതിൻ്റെ പ്രായോഗിക വശം അവരെ പറഞ്ഞ് മനസ്സിലാക്കി ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക, അതാണ് ഏറ്റവും യോഗ്യമായിട്ടുള്ള കാര്യം. അടച്ച് ആക്ഷേപിച്ച് അത് തെറ്റാണ്, പ്രിൻ്റഡ് ബൈബിൾ മാത്രമേ ശരിയുള്ളൂ എന്ന് പറഞ്ഞാൽ യുവജനങ്ങൾക്ക് അനേക ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, അതിന് മറുപടി പറയാൻ നമുക്ക് സാധിച്ചെന്ന് വരികയില്ല. എന്നാൽ പ്രായോഗികമായിട്ട് പല ദോഷങ്ങൾ, ഡിസ്റ്റർബൻസ് ഒക്കെ അതിൽ വരാൻ സാധ്യതയുണ്ട്, അത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ആ കാര്യം മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ.
പുതിയ നിയമത്തിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന ചില ചോദ്യങ്ങൾ ചോദിച്ച ഒരു വ്യക്തിയോട് കർത്താവ് അവനെ സ്നേഹിച്ചുകൊണ്ടാണ് അവൻ്റെ ചോദ്യത്തിന് മറുപടി പറയുന്നത്. പലപ്പോഴും പക്ഷേ പരീശന്മാരുടെ ചിന്താഗതി വെച്ച് നോക്കുമ്പം ഈ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. അവരെ വിമർശിക്കാനും വിധിക്കുവാനും ഒക്കെയുള്ള വലിയൊരു തിളപ്പ് മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരു ദൈവത്തെ സ്നേഹിക്കുന്ന വിശ്വാസിയാണെങ്കിൽ ഒരു വ്യക്തി തെറ്റിലേക്ക് പോയാൽ ദൈവത്തിൻ്റെ വഴിയിലല്ല അവർ സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടാൽ പോലും അവരെ വെറുക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നതിന് പകരം സ്നേഹത്തിൽ അവരെ കറക്റ്റ് ചെയ്യുന്നതല്ലേ ആത്മീയത്വത്തിൻ്റെ ലക്ഷണം. കർത്താവിൻ്റെ ഇടപെടലുകളും പരീശന്മാരുടെ ഇടപെടലുകളും തമ്മിലുള്ള വലിയ വ്യത്യാസം അതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ പരീശന്മാർ കാണിച്ച മനോഭാവമല്ല കർത്താവ് കാണിച്ചത്. ആ തെറ്റിനെ ന്യായീകരിക്കുകയല്ല, തെറ്റ് തന്നെയാണ്. എന്നാൽ സ്നേഹത്തോടുകൂടെ ആ വ്യക്തിയോട് ഏർപ്പെടുക. അപ്പോൾ ഒരാളുടെ തെറ്റ് മനസ്സിലാക്കി തിരുത്തിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സ്നേഹത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന സന്ദർഭത്തിൽ ശമൂവേലിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. മനുഷ്യൻ കണ്ണിന് കാണുന്നു നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. അപ്പം ഞാനത് ഈ ലീഗലിസവുമായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ ഈ ലീഗലിസത്തിൽ എപ്പോഴും കണ്ണിന് കാണുന്നത് വെച്ചുള്ള ഒരു വിധിയായിട്ടാണ് അത് കാണാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കുവാനായിട്ട് എങ്ങനെ നമുക്ക് കഴിയും? കാര്യങ്ങളോട് ദൈവത്തിൻ്റെ മനോഭാവം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു പ്രദർശിപ്പിച്ച മനോഭാവം എന്താണെന്ന് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം നാം വായിക്കുകയും ധ്യാനിക്കുകയും ക്രിസ്തുവിൻ്റെ മനസ്സിന് അനുരൂപമായ ഒരു മനസ്സുണ്ടാകുവാൻ നാം ആഗ്രഹിക്കുകയും ദൈവവചനത്തിൽ ഓരോ സാഹചര്യങ്ങളോട് കർത്താവ് എങ്ങനെയാണ് പ്രതികരിച്ചത്, എന്ത് മനോഭാവമാണ് ക്രിസ്തു കാണിച്ചത്, ആ മനോഭാവം ഉള്ളവരായി തീരാനായിട്ട് പ്രാർത്ഥനാപൂർവം നാം ശ്രമിക്കുകയും ചെയ്യണം. അങ്ങനെ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി കൂടുതൽ നാം മുമ്പോട്ട് തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശരിയായി കാര്യങ്ങളോട് പ്രതികരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ സഭകളുടെ നേതൃത്വങ്ങളിലിരിക്കുന്ന ദൈവം അങ്ങനെ എഴുന്നേൽപ്പിച്ചിട്ടുള്ള ആളുകൾ ലീഗലിസവും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള ബാലൻസ് മനസ്സിലാക്കുകയും സഭകളിലുള്ള എല്ലാവരെയും ശ്രേഷ്ഠരെന്നെണ്ണുവാൻ കഴിയുകയും ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പ്രാദേശിക സഭയുടെ അന്തരീക്ഷം തന്നെ മാറാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഈ ആത്മീയത്വത്തിലെ ലക്ഷണങ്ങളായ സ്നേഹം, പരസ്പരമുള്ള ബഹുമാനം, അന്യോന്യം എൻകറേജ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ അത് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തെറ്റുകൾ കണ്ടുപിടിക്കുകയും അവരെ വിമർശിക്കുകയും ശിക്ഷണ നടപടികൾ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒക്കെ ചെയ്യുന്നത് സഭകളുടെ വളർച്ചയ്ക്ക് ഒരു ക്ഷീണമുണ്ടാക്കുന്നുണ്ട്. എന്താണ് ഈ പ്രാദേശിക സഭകളിലെ നേതൃത്വത്തോട് ആ നിലയിൽ പറയാൻ കഴിയുന്നത്? തെറ്റുകൾ ചെയ്യുന്നവരുടെ തെറ്റുകൾ നാം ഒരിക്കലും ന്യായീകരിക്കാൻ പാടില്ല. അത് തെറ്റായിട്ട് തന്നെ നാം മനസ്സിലാക്കണം. പക്ഷേ അവരെ നാം സ്നേഹിക്കുകയും അംഗീകരിക്കുകയും അവരോട് ആ നിലയിൽ സ്നേഹത്തോടുകൂടെ ഇടപെടുകയും ചെയ്തു വേണം അവരുടെ തെറ്റുകളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ. അങ്ങനെ ചെയ്താൽ തെറ്റായ വഴികൾ നടക്കുന്ന ആളുകൾ പോലും അനുദപിക്കുവാനും തിരിച്ചു വരുവാനും മടങ്ങി വരുവാനുമുള്ള സാധ്യതകളുണ്ട്. വീണ്ടും ജനനം എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുമ്പം പുതുജനനത്തിലൂടെ ഒരു പുതിയ ജീവൻ നമുക്ക് ലഭിക്കുന്നു എന്നാണല്ലോ അർത്ഥമാക്കുന്നത്. അതുപോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾക്ക് ആത്മീയമായി ചിന്തിക്കുന്നതിന് പകരം ഈ പറഞ്ഞ പോലെ നിയമാധിഷ്ഠിതമായി പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിലേക്ക് പോകാൻ കഴിയുമോ? രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ദൈവജീവൻ ലഭിച്ചു, പുതിയ സൃഷ്ടിയായി തീർന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അവൻ്റെ പഴയ പ്രകൃതി സ്വഭാവം പൂർണ്ണമായി ഇറാഡിക്കേറ്റഡ് ആകുന്നില്ല, ഇല്ലാതാകുന്നില്ല. അതിൻ്റെ സ്വാധീനം വീണ്ടും ഒരു വിശ്വാസിയുടെ മേലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട പലരും തന്നെ ശരിയല്ലാത്ത നിലയിൽ പലപ്പോഴും ജീവിക്കുന്നത്.
അപ്പോൾ മനഃപൂർവ്വമായി തെറ്റായ സ്വഭാവങ്ങളെ അല്ലെങ്കിൽ തെറ്റായ നമ്മുടെ പാപപ്രകൃതിയിൽ നിന്ന് ഉളവാകുന്നതായ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ മേൽ ജയമുള്ളവരായിട്ട് നാം ജീവിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് മാത്രം എപ്പോഴും ജയജീവിതം ഞാൻ നയിക്കണമെന്നില്ല. കാരണം പഴയ സ്വാധീനം, പഴയ പ്രകൃതി എന്നെ വീണ്ടും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അനുദിന ജീവിതത്തിൽ അതിനെ ജയിച്ച് ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കുകയും ദൈവവചന ധ്യാനത്താലും പ്രാർത്ഥനയാലും ആ അപകടം തിരിച്ചറിഞ്ഞ് അതിൻ്റെ മേൽ ജയമുള്ളവരായി നാം ജീവിക്കണം. അങ്ങനെ ജയമുള്ളവരായി ജീവിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള പല കുഴപ്പങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. അത് നാം അറിഞ്ഞിരിക്കണം. ഈ വസ്ത്രധാരണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ചെറുപ്പക്കാരുടെ കാര്യം ചിന്തിക്കുമ്പോൾ അവർ മാന്യം എന്ന് വിചാരിക്കുന്ന മാന്യതയുടെ അതിർവരമ്പുകൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന രീതി ഒരു പക്ഷേ വ്യത്യസ്തമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിമർശനങ്ങളുണ്ടാകുമ്പോൾ പലപ്പോഴും ഈ യുവതലമുറ അങ്ങനെയുള്ള കാര്യങ്ങളുടെ പേരിൽ തന്നെ ഈ സഭ നേതൃത്വത്തോട് നീരസമുണ്ടാവുകയും ഒരു പക്ഷെങ്കിൽ ഈ കൂടിവരവ്, ഈ കൂട്ടം എനിക്ക് യോജിച്ചതല്ല എന്ന് ചിന്തിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു യുവജനങ്ങളുടെ അവരുടെ മനസ്സിൻ്റെ ആ ചിന്താഗതി നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിൽ, ആ ഒരു ഏജിൽ അവരെ എങ്ങനെ കൺസിഡർ ചെയ്യേണ്ടി വരും? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഈ കാലഘട്ടത്തിൽ വസ്ത്രധാരണത്തെക്കുറിച്ച് പൊതുവായൊരു കാര്യം പറയട്ടെ. വേദപുസ്തകത്തിൽ യോഗ്യമായ വസ്ത്രം ധരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശരിയായ നിലയിൽ നമ്മുടെ ശരീരത്തെ നഗ്നത മറയ്ക്കത്തക്കവണ്ണവും നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് മറ്റുള്ളവരിൽ തെറ്റായ ചിന്താഗതി ഉളവാക്കാതെ വണ്ണം ഉള്ള വസ്ത്രങ്ങൾ നാം ധരിക്കണം. അത് ഇന്ന വസ്ത്രമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. വിവേകമുള്ള എല്ലാവർക്കും അറിയാം ഏതാണ് യോഗ്യമായ വസ്ത്രമെന്ന്. ഓരോ രാജ്യങ്ങളിൽ അത് തമ്മിൽ വ്യത്യാസം കാണുമെന്നുള്ളത് ശരിയാണ്. അപ്പോൾ അതിൻ്റെ പ്രമാണം ഇന്ന വസ്ത്രം ധരിക്കുക എന്നുള്ളതിനേക്കാൾ ശരിയായി എൻ്റെ നഗ്നത മറയ്ക്കുന്ന, മറ്റുള്ളവർക്ക് പ്രയാസം, പരീക്ഷകൾ ഉണ്ടാക്കാത്ത യോഗ്യമായ വസ്ത്രമാണോ ഞാൻ ധരിക്കുന്നതെന്ന് അവരവർ ചിന്തിക്കുകയും ദൈവവൈതൽ എന്നുള്ള നിലയ്ക്ക് എന്നെ കാണുമ്പോൾ യോഗ്യമായ നിലയിലാണോ ഞാൻ അപ്പിയർ ചെയ്യുന്നത് എന്നുള്ളതിന് അനുസാരമായ വസ്ത്രങ്ങൾ ധരിക്കുകയും വേണം. അതാണ് വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള പ്രമാണം. ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡ്രസ്സ് ധരിച്ചാലേ യോഗത്തിന് വരാവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ അപ്പവീഞ്ഞുകൾ പങ്കെടുക്കാവൂ എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. കാരണം ഓരോ രാജ്യങ്ങളിൽ ഓരോ തരം വസ്ത്രധാരണമാണുള്ളത്. പാശ്ചാത്യ നാടുകളിൽ സൂട്ട് ധരിച്ചു വന്നാലേ യോഗത്തിന് വരാവൂ എന്ന് പറഞ്ഞാൽ ആ ആൾ ഇന്ത്യയിൽ വരുമ്പോൾ മുണ്ടും ജുബ്ബായും അല്ലെങ്കിൽ പൈജാമ ഇട്ട യോഗത്തിന് വരാവുള്ളൂ എന്ന് പറയാൻ സാധിക്കില്ല. അത് അക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ ആ കാര്യം ആവശ്യമില്ലാതെ വസ്ത്രത്തിന് നാം പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടില്ല. എന്നാൽ നാം ദൈവമക്കളെന്ന നിലയ്ക്ക് എല്ലാ രംഗങ്ങളിലും ഏറ്റവും യോഗ്യമായി വൃത്തിയായുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. അങ്ങനെ ഒരു പ്രമാണം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. യുവജനങ്ങളുടെ വസ്ത്രധാരണമൊക്കെ കുറച്ച് വ്യത്യാസമായിരിക്കാം. അവരോട് നാം ഈ കാര്യം സ്നേഹത്തിൽ പറഞ്ഞ് മനസ്സിലാക്കണം. അവരുടെ വസ്ത്രധാരണം യോഗ്യമല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് യോഗ്യമല്ലാത്തത് എന്നുള്ളത് അവരെ സ്നേഹത്തിൽ പറഞ്ഞ് മനസ്സിലാക്കണം. ഒറ്റയടിക്ക് അവരെ കണ്ടം ചെയ്ത് അവരെ പുറത്തു തള്ളിയാൽ അവരെ നമുക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് അങ്ങനെ അത്ര ശരിയല്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നവരുണ്ടെങ്കിൽ അവരെ നിന്ദിച്ച് വിമർശിച്ച് അവർക്കെതിര് പറഞ്ഞവരെ തള്ളിക്കളയാതെ സ്നേഹത്തോടുകൂടെ അവരോട് സംസാരിക്കുകയും എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ശരിയല്ല എന്ന് നമ്മൾ പറയുന്നത് എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്താൽ അവരത് അംഗീകരിക്കുമെന്നാണ് എൻ്റെ വിചാരം. എന്നാൽ നാം ഇന്ന് വരുത്തുന്നൊരു വലിയ തെറ്റ്, നമ്മുടെ മനസ്സിലിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും കാര്യങ്ങൾ യുവജനങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ അവരെ അനാത്മീകരായി നാം ഉടനടി മുദ്ര കുത്തുകയും അവരോട് വളരെ പുച്ഛ മനോഭാവവും വിമർശന മനോഭാവവും കാണിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള മനോഭാവം നാം പുലർത്തിയാൽ ആ യുവജനങ്ങൾ നമ്മിൽ നിന്ന് അകന്നു പോവുകയുള്ളൂ.
അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഇതിനെ ന്യായീകരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണിതിൽ തെറ്റ്, മെച്ചപ്പെട്ട് എങ്ങനെ വസ്ത്രധാരണം ചെയ്യാൻ കഴിയും, ആ കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു രീതി നമുക്കുണ്ടെങ്കിൽ അനേക യുവജനങ്ങളും ആ കാര്യത്തിൽ വിഷമം വിചാരിക്കാതെ ശരിയായ വഴിയിൽ വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ മുതിർന്നവരുടെ കാഴ്ചപ്പാടിൽ അവർ ശരിയല്ലാതെ പോകുന്നതെന്ന് തോന്നിയാലും അവർക്ക് മാറാനായിട്ട് അവസരമുണ്ടാകുന്ന നിലയിൽ സ്നേഹത്തിൽ ഇടപെടുന്നതായിരിക്കാം നല്ലത്, അല്ലേ? അതെ, അവരെ സ്ട്രെയിറ്റ് അവേ കണ്ടം ചെയ്യാതെ, വിധിക്കാതെ, അവരെ തള്ളിക്കളയാതെ, അവർ ചെയ്യുന്ന തെറ്റാണെങ്കിൽ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. പക്ഷേ അവരെ നാം അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നു എന്നുള്ള ബോധ്യം അവർക്ക് കൊടുത്തുകൊണ്ട് വേണം അവരെ തിരുത്താൻ. അങ്ങനെയെങ്കിൽ അവർ നമ്മിൽ നിന്ന് അകന്നു പോകുകയില്ല. ഒടുവിലായിട്ടൊരു ചോദ്യം കൂടെ. ഇപ്പോൾ നമ്മൾ യഥാർത്ഥ ആത്മീയത്വം എന്നുള്ള വിഷയം പറഞ്ഞാണ് തുടങ്ങിയത്. അപ്പം വ്യക്തിപരമായ ജീവിതത്തിലും സഭാ ജീവിതത്തിലും ഒക്കെ ഈ യഥാർത്ഥ ആത്മീയത്വം എങ്ങനെ പ്രായോഗികമാക്കാം? യഥാർത്ഥ ആത്മീയത്വത്തെക്കുറിച്ചുള്ള വചന ശുശ്രൂഷകൾ, അതായത് ദൈവവചനത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനോടുകൂടെ സഭകളിൽ പഠിപ്പിക്കണം, ഉപദേശം പഠിപ്പിക്കണം. അത് അടിസ്ഥാനപരമായ കാര്യം തന്നെയാണ്, സംശയമില്ല എന്നുള്ള. അതോടൊപ്പം ഈ ഉപദേശങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാം, ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണിക്കേണ്ട വ്യത്യാസങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട രൂപാന്തരങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ സ്വഭാവത്തിൽ വരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ അനുദിന ജീവിത ശൈലി, ലൈഫ് സ്റ്റൈലിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഞാൻ കാണിക്കേണ്ടതായിട്ടുണ്ട്, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ ഒരു പഠനം, ഒരു അവെയർനെസ് വിശ്വാസികൾക്ക് കിട്ടത്തക്കവണ്ണമുള്ള ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ് നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകണം. ദൈവവചനം ഈ കാര്യങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് ശരിയായി പരിശുദ്ധാത്മ നിറവിൽ ശക്തിയായി പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമെങ്കിൽ അത് കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുകയും വളരെ വ്യത്യാസം അനേകരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും. ഇന്നത്തെ ഒരു ദുരവസ്ഥ, പല സ്ഥലങ്ങളിലും പ്രായോഗികമായ ക്രിസ്ത്യ ജീവിതത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ കൊടുക്കുന്നില്ല, പറയുന്നില്ല. യോഗത്തിന് വരുന്നു, എന്തൊക്കെയോ പ്രസംഗകൻ പറയുന്നു, ജീവിതവുമായിട്ട് ബന്ധമില്ലാത്ത തലയ്ക്ക് മുകളിൽ കൂടെ പോകുന്ന കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിയെ ഉത്തേജിപ്പിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം പറഞ്ഞത്. അത് കേട്ടിട്ട് നാം വീട്ടിൽ പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു ആപ്ലിക്കേഷനും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും ഇല്ലാത്ത പല കാര്യങ്ങളാണ് പലപ്പോഴും സഭകൾ നാം കേൾക്കുന്നത്. അതുകൊണ്ട് ഉപദേശങ്ങൾ നാം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ എങ്ങനെയാണ് പ്രായോഗികമായി ദൈവഭക്തിയിൽ ജീവിക്കാൻ സാധിക്കുന്നത്, അതിൻ്റെ പ്രായോഗിക വശങ്ങൾ, കുടുംബത്തിൽ ഭാര്യ എന്ന നിലയ്ക്ക്, ഭർത്താവ് എന്ന നിലയ്ക്ക്, മക്കളെന്ന നിലയ്ക്ക്, നമ്മുടെ ജോലിസ്ഥലത്ത്, സഭയിൽ ഏത് നിലയിൽ നാം വർത്തിക്കണം, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ വചന പഠനം നമ്മുടെ സഭകളിൽ ഉണ്ടാകണം. അത് വളരെ വലിയൊരളവോളം ആളുകൾക്ക് ആത്മീയമായ ബോധമുണ്ടാകാനായിട്ട് സഹായിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിയായ നിലയിലുള്ള പ്രസംഗങ്ങളും പഠിപ്പീരുകളും ആളുകളെ സ്വാധീനിക്കുകയും അവരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകാനായിട്ട് ഇടയാകുകയും ചെയ്യും. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നത് വളരെ പ്രായോഗികമായിട്ട് എല്ലാ വിശ്വാസികളും കുറിക്കൊള്ളേണ്ട കുറേ ആലോചനകളാണ് ദേവദാസിൽ നിന്ന് കേൾക്കുവാനിടയായത്. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ എപ്പിസോഡിലെ വിഷയങ്ങൾ ഒരുപക്ഷെങ്കിൽ നമ്മളൊക്കെയും പ്രായോഗികമായി ഉത്തരം വേണമെന്നാഗ്രഹിക്കുന്ന പല ചോദ്യങ്ങളായിരിക്കാം ചോദിച്ചത്. അതിനുള്ള ഉത്തരമായിരിക്കാം നമുക്ക് ലഭിച്ചത്. നമുക്ക് ഓരോരുത്തർക്കും അത് പ്രയോജനമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.